അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സർവ്വ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പിശാചിന്റെ കുതന്ത്രങ്ങളും ചതികളെ തൊട്ടും വഞ്ചനകളെ തൊട്ടുമെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മോനെ നമ്മുടെ ഭവനത്തിലുണ്ടാകുന്ന സർവ്വ ശത്രുക്കൾക്കും പ്രശ്നങ്ങൾക്കും ദാരിദ്ര്യങ്ങൾക്കും എല്ലാം ഒരു കാരണം പിശാചിന്റെ ഒരു കരങ്ങളുണ്ട് റബ്ബേ. അവന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മോനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന അല്ലാഹു ധാരാളം അനുഗ്രഹം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഭവനങ്ങളിലൊക്കെ സന്തോഷം നിലനിർത്താൻ വേണ്ടി, ജോലി മേഖലകളിലെ സന്തോഷം നിലനിർത്താനും അതുപോലെ തന്നെ സർവ്വ ശത്രുക്കളിൽ നിന്നും ഒക്കെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മഹത്തായ ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ജോലി ചെയ്യുന്നവർ, അതുപോലെ കച്ചവടം ചെയ്യുന്നവർ, അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഈ മഹത്തായ അമൽ ചെയ്യണം. കാരണം നിങ്ങളുടെ എല്ലാ മേഖലകളും അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്, ഉയർച്ചകൾ അല്ലാഹു നൽകുന്നതാണ്. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ ജോലികളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അസൂയയെ തൊട്ടും അതുപോലെ കൂടോത്രക്കാരുടെ മരണക്കാരുടെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ അമൽ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ നിത്യമാക്കിയാൽ അല്ലാഹു വലിയ മാറ്റങ്ങൾ നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ തടസ്സങ്ങളും നീങ്ങി പോകാൻ മഹാന്മാര് പറഞ്ഞു തന്ന നല്ല ഒരു ആയത്തിനെയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റവും അല്ലാഹു നൽകുന്നതാണ്. പടച്ചവന്റെ കയറ്റം ഈ ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ അല്ലാഹു നൽകുന്നതാണ്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു ചെറിയ ആയത്താണ്. ഈ ആയത്ത് ഓതിയാൽ ഓഫറുകളുടെ പെരുമഴയാണ്, ഓഫറുകളുടെ പെരുമഴയാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ 70,000 മലക്കുകൾ അവനെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ അല്ലാഹു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 70,000 മലക്കുകൾ അല്ലാഹു അവനക്ക് സംരക്ഷണത്തിന് നൽകുന്നതാണ്. ഒരാളൊരു വീടിനകത്ത് കയറുമ്പോൾ ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് കയറുന്നതെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആയത്ത് നിങ്ങൾ മുറുകെ പിടിക്കണേ. ഈ ആയത്ത് മുറുകെ പിടിക്കണേ. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ദാരിദ്ര്യത്തിന്റെ ഒരു ലാഞ്ചന തുടങ്ങിയാൽ നിങ്ങൾ ഈ ആയത്ത് മുറുകെ പിടിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ വീട്ടിൽ ദാരിദ്ര്യം നൽകുകയില്ല. ഒരാൾ ഉളവ് ചെയ്തതിനു ശേഷം ഈ ആയത്ത് ഓതിയാൽ അവന്റെ ദറജ 70 മടങ്ങ് അല്ലാഹു ഉയർത്തപ്പെടുന്നതാണ്. ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറക്കത്തിൽ പലർക്കും പല ശർറുകളുള്ളതായിട്ട് വിളിച്ചു പറയും. ഉസ്താദേ ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ആ ശർറുകളെല്ലാം അല്ലാഹു നീക്കിക്കളയുന്നതാണ്. നിങ്ങളെ മനസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്. ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ആയത്ത് ഓതിയാൽ അന്നത്തെ ദിവസം രാത്രി മുഴുവൻ അവനെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സംരക്ഷണം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ മുഅ്മിനീങ്ങളെ, അപ്പൊ നിങ്ങളെല്ലാവരും കിടക്കാൻ നേരത്തെ ഈ മഹത്തായ ആയത്ത് ഓതിയിട്ട് കിടക്കണേ. ഇനി ഒരാളെല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത്ത് പതിവാക്കിയാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ അവന് തടസ്സമുള്ളത് അവന്റെ മരണം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ അല്ലാഹു എല്ലാം വിശാലമാക്കുന്നതാണ്. ആകെപ്പാടെ തടസ്സമുള്ളവന്റെ മരണം മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യവും തടസ്സം ഉണ്ടാകൂല. അതുകൊണ്ട് എല്ലാ നമസ്കാരത്തിന് ശേഷം ഈ ആയത്ത് നിങ്ങൾ ഓതണേ. പടച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇത് പറയാനും നിങ്ങൾ കേൾക്കാനുമല്ല ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നിങ്ങൾ മുഖേന ഈ ആയത്ത് ആരെങ്കിലും പതിവാക്കുകയാണെങ്കിൽ അയാൾ ഈ ആയത്ത് ചൊല്ലുന്ന കാലത്തോളം നിങ്ങളുടെ കിതാബിൽ അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അമൽ പറഞ്ഞത് നിങ്ങൾ മുടങ്ങാതെ എപ്പോഴൊക്കെ ഓതണമെന്നുള്ള ഓർത്ത് വെച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ മന്നാനായ റബ്ബിനിക്ക് ധാരാളം പ്രതിഫലം നൽകുന്നതാണ്. പടച്ചവൻ എനിക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. പ്രതിഫലം എത്ര പറഞ്ഞാലും മതി വരില്ല. അത്രത്തോളം മഹത്വമുള്ള ഒരു ചെറിയ ആയത്താണ് മുഅ്മിനീങ്ങളെ.
മുഅ്മിനീങ്ങളെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേൾക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു അവർ ഓതുന്ന സമയത്ത് അല്ലാഹു അതിന്റെ കൂലി നമുക്ക് നൽകുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഷെയർ പഠിച്ചവരെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അതിന് നമ്മുടെ മനസ്സിൽ ഈമാൻ വേണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈമാൻ നമ്മുടെ മനസ്സിൽ ഈമാൻ കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഈ അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ പരിപൂർണമായതിൽ നിന്നെല്ലാം മാറി അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിലും പൊരുത്തത്തിലും ആയി ജീവിക്കാൻ പ്രതിജ്ഞ എടുക്കുക. നരകത്തെ കുറിച്ച് ഓർത്തും അല്ലാഹുവിനെ കുറിച്ച് ഓർത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഹൃദയം നമ്മുടെ ചീത്തയായിട്ടുണ്ടോ എന്നറിയാൻ ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ നോക്കുക. നമ്മുടെ ഹൃദയം ചീത്തയായിട്ടുണ്ടോ ഇല്ലയെന്നറിയാൻ ഈ അടയാളങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. ഇബാദത്ത് ചെയ്യാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാകില്ല. മണിക്കൂറുകളോളം ബാക്കി എല്ലാത്തിനും സമയം കണ്ടെത്തും. ഖുർആനിൽ നിന്ന് അല്പം ഓതുവാനോ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാനോ അവന് താല്പര്യമുണ്ടാകില്ല. അത് ചെയ്യുമ്പോഴേക്കും അവന് മടി അനുഭവപ്പെടുന്നു. അത് ഈമാൻ കുറഞ്ഞു എന്നതിന്റെ ഒരു ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, വളക്കാക്കമാറാകട്ടെ. ശൈത്താൻ നമ്മളെ ഇങ്ങനെ മടിപിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതനുസരിച്ച് നമ്മുടെ ചിന്തയും മുന്നോട്ട് പോകും. ഇന്ന് നമുക്ക് കാലുവേദന, അല്ലെങ്കിൽ നാളെ നിസ്കരിക്കാം, അല്ലെങ്കിൽ നാളെ ഓതാം എന്നിങ്ങനെ വിചാരിച്ച് അയാൾ സമയങ്ങൾ കളയുന്നതാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പിൻപറ്റിയും ഇബാദത്തുകൾ ചെയ്തും ഹറാമിൽ നിന്ന് ഒഴിഞ്ഞുമെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും മഹത്വമുള്ള മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ആയത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും മഹത്വമുള്ള ഒരുപാട് മഹത്വം പറഞ്ഞല്ലോ മുഅ്മിനീങ്ങളെ, ഒരുപാട് മഹത്വമുള്ള ആയത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഓതിയാൽ കിട്ടുന്ന പോരിശയാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. അപ്പൊ ആ ആയത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും മാറിപ്പോകും, ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിവാകും. ചില വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത് തടസ്സങ്ങൾ വന്ന് മുടങ്ങിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടതായി വരുന്നു. അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പ്രയാസമുള്ളവര് ദുനിയാവിലെ എന്ത് വലിയ തടസ്സങ്ങളായിക്കൊള്ളട്ടെ അതൊക്കെയും പെട്ടെന്ന് മാറിക്കിട്ടാനും ഹലാലായ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടുവാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറിപ്പോകാനും, പൈശാചിക ഉപദ്രവങ്ങൾ, റൂഹാനി കണ്ണേറ്, നാവേറുകൾ, കപ്പേറുകൾ, മരണങ്ങൾ, കൂടോത്രങ്ങളൊക്കെ മാറിക്കിട്ടാനും ഓതേണ്ട ഒരു ആയത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാ ദിവസവും അസർ നമസ്കാര ശേഷം അമലിനെ ചെയ്യണമെന്ന് പറയുന്നത് ശ്രദ്ധിച്ചു മുഅ്മിനീങ്ങളെ. എല്ലാ ദിവസവും അസർ നമസ്കാര ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരുപാട് മഹത്വങ്ങൾ, ഗുണങ്ങൾ നിറഞ്ഞ ആയത്താണ്. ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ആയത്തിൽ കുർസിയാണ്. ആയത്തിൽ കുർസിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാഹുവേ, ഈ മഹത്തായ ആയത്ത് ഓതാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അപ്പൊ ഇത് ഓതിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ 20,000 മലക്കുകൾ നിങ്ങൾക്ക് കാവലുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള മഹത്തായ ഒരു ആയത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്നത്. അതിന്റെ മഹത്വമാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും മഹത്വമുള്ള ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി. എല്ലാവർക്കും ആയത്തുൽ കുർസി അറിയാൻ ഞാനൊന്ന് ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ മഹത്തായ ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി പഠിക്കണം, നിർബന്ധമായി കാണാതെ പഠിക്കണം. വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് കൊണ്ടുതരുന്ന മഹത്തായ ആയത്താണ്. അപ്പൊ ഈ ആയത്ത് എല്ലാ ദിവസവും അസർ നമസ്കാര ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട്, അപ്പൊ സാധാരണ ചില ദിക്റുകളും ദുആകളൊക്കെ കഴിഞ്ഞിട്ട് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട്
17 പ്രാവശ്യം 17 തവണ ഓതുക. ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക. അതിനുശേഷം ആ വെള്ളം അല്പം കുടിക്കുകയും അല്പം മുഖത്ത് പുരട്ടുകയും ചെയ്യുക. ഇങ്ങനെ 21 ദിവസം. എത്ര ദിവസമാണ്? ഇങ്ങനെ 21 ദിവസം തുടർച്ചയായ അസ്ര നമസ്കാര ശേഷം ഈ അമൽ ചെയ്തു വന്നാൽ ഒരാഴ്ച എത്തുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടും. പൈശാചിക പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. കണ്ണീറും അവയറും ശിവയായി കിട്ടുന്നതാണ്. ഒരുപാട് പേര് പരീക്ഷിച്ച് ഫലം കണ്ടതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളെല്ലാം ഞങ്ങളെ ഓതുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, നിന്റെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം വേദനകളും ദുരിതങ്ങളും അക്രമങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാം പടച്ചവനെ എല്ലാവരിൽ നിന്നും ഈ പ്രയാസങ്ങളും വിഷമങ്ങളും നീ നീക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് റബ്ബേ ഞങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له كن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا رب رحمنا كما ربنا صغارا أرحم الراحمين. يا الله, പ്രപഞ്ചസ്നാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥില തവാമിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബറിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ പ്രിയപ്പെട്ടവർ പലരും മരിച്ചുപോയ അല്ലാഹ്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവനെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, നീ പ്രയാസങ്ങളൊക്കെ നീക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും വാടകവീടുകളിലാണ് സ്വന്തമായി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുടെ റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാരുണ്ട് അല്ലാഹ്. കടങ്ങളെല്ലാം വീടാനുള്ള വഴികൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും കടക്കാറായി വരുത്തില്ലേ റബ്ബേ. ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടാനുള്ള വഴികൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, നീ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. ഞങ്ങൾ പലരും കച്ചവടക്കാരാണല്ലോ. ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ കച്ചവടം ചെയ്യുന്നവരുണ്ട് റബ്ബേ. സർവ്വശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം അസൂയയിൽ നിന്നും മരണത്തിൽ നിന്നും കൂടത്തരങ്ങളിൽ നിന്നും പടച്ചവനെ, മന്നാനായ അല്ലാഹ്, കാരുണ്യവാനായ റബ്ബേ, സർവ്വശർറിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം സർവ്വശർറിൽ നിന്നും നീ കാക്കണേ പടച്ചവനെ. ഒരുപാട് കച്ചവടം ചെയ്യുന്നവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ സർവ്വ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ഏത് അമലുകളാണെങ്കിലും അസൂയകളുടെ അസൂയയിൽ നിന്നെല്ലാം, ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും, മരണക്കാരുടെ മരണത്തിൽ നിന്നും, കൂടത്തരക്കാരുടെ കൂടത്തരത്തിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കാക്കണേ അല്ലാഹ്.
മാരകമായ രോഗങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് വരണേ അല്ലാ. പടച്ചവനെ അവരുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സുകളെ റബ്ബേ. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ടും അപകടമരണങ്ങളെ തൊട്ടും അവരെ ഞങ്ങളെല്ലാം നീ കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സദസ്സിലുള്ളവർ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന മോമിനിയങ്ങൾ മോമിനാത്തുകൾ അവരുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്. അല്ലാഹുവേ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാവരും കാക്കണേ അല്ലാ. അവർക്ക് ജോലി നൽകണേ അല്ലാ. അതിനുള്ള വഴി വിശാലമാക്കണേ പടച്ചവനെ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സർവ്വാപത്തുകളെ തൊട്ടും അവരെ ഞങ്ങളെയും കാക്കണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും ഖൈറുകൾ നൽകണേ അല്ലാ. ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ കബൂൽ ചെയ്യണേ അല്ലാ. ആകാശത്ത് നിറഞ്ഞതും ഭൂമിയിൽ നിന്ന് മുടക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ സർവ്വാപത്തുകളെല്ലാം ഞങ്ങളെല്ലാം രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.